ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം വിജ്ഞാനമയ കോശത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ആചാര്യസ്വാമി ഒരു ശ്ലോകത്തിൽ കൂടി പറയുന്നു. അത് ജസ്റ്റ് നമ്മൾ ആ ശ്ലോകം തുടങ്ങി ഒന്നുകൂടെ നോക്കാം. അനുവ്രജച്ചിത് പ്രതിബിംബശക്തി വിജ്ഞാന സംശ പ്രകൃതേർവികാരഃ ജ്ഞാനക്രിയാവാനഹമിത്യജസ്രം ദേഹേന്ദ്രിയാദിഷ്വഭിമന്യതേ ഭൃശം. അനുവ്രജച്ചിത് പ്രതിബിംബശക്തി വിജ്ഞാന സംശ പ്രകൃതേർവികാരഃ ജ്ഞാനക്രിയാവാനഹമിത്യജസ്രം ദേഹേന്ദ്രിയാദിഷ്വഭിമന്യതേ ഭൃശം. ആചാര്യർ പറഞ്ഞു, നമ്മുടെ മനസ്സ് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന സ്ഥൂല പഞ്ചഭൂതങ്ങൾ ജഡമാണ്. അറിവ് സ്വരൂപമോ എന്ന് നോക്കിയാൽ അത് ജഡമാണ് എന്ന് കാണാം. ഈ സ്ഥൂല ജഡമായ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകാൻ കാരണം സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും ജഡമായതുകൊണ്ടാണ്. അപ്പോ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ മനസ്സും ബുദ്ധിയും മനോമയവും വിജ്ഞാനമയവും ശരിക്കും ജഡസ്വരൂപമാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി. അപ്പോ ഈ ജഡമായ വിജ്ഞാനമയ കോശത്തിന് ചേതനത്വം എവിടെ നിന്ന് കിട്ടി? ആരുടെ അടുത്ത് നിന്നാണ് അത് സ്വീകരിക്കുന്നത്? ആര് കൊടുത്തു? ആരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ നോക്കുന്നത്. കണ്ണാടിക്ക് ഇപ്പോ സൂര്യപ്രകാശത്തിൽ ഒരു കണ്ണാടി പിടിച്ചാൽ അതിൽ നിന്ന് വെളിച്ചം നമുക്ക് കിട്ടും. അപ്പോ ആ വെളിച്ചം തരുന്നത്, ആ കണ്ണാടിയിലോട്ട് വെളിച്ചം കൊടുക്കുന്നത് ആരാണ്? സൂര്യഭഗവാൻ. കണ്ണാടിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ നിന്ന് കിട്ടുന്ന ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോ കണ്ണാടിക്ക് വെളിച്ചം കിട്ടിയത് എവിടുന്നാണ്? സൂര്യന്റെ കയ്യിൽ നിന്ന്. അതിനെ കണ്ണാടി എന്ത് ചെയ്തു? ജസ്റ്റ് പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ സത്യം നമുക്കറിയാം. അതുപോലെ വിജ്ഞാനമയ കോശം ജഡമായിരിക്കുകയും ആത്മാവിന്റെ ചൈതന്യം അവിടെ പ്രതിബിംബിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ജീവനെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യം. ആത്മാവിന്റെ അറിവ് വിജ്ഞാനമയത്തിന് തെളിയുന്നു. അതിനാൽ വിജ്ഞാനമയ കോശത്തിൽ നാം ഒരു അറിവിനെ അനുഭവിക്കും. അവിടെ വെളിച്ചം അവിടെ പ്രതിബിംബിക്കുന്ന പോലെ ഈ അറിവ് ഇവിടെ പ്രതിബിംബിക്കുമ്പോൾ നമുക്കൊരു അറിവ് ലഭിക്കുന്നു, നമ്മളൊരു അറിവ് അനുഭവിക്കുന്നു. ഈ വിജ്ഞാനമയ കോശത്തിലെ ആത്മാവിന്റെ പ്രതിബിംബത്തെ ചിതാഭാസൻ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ചിതാഭാസൻ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് ഇപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. ആത്മാവിനെ, വിജ്ഞാനമയ കോശത്തിൽ ആത്മാവിന്റെ പ്രതിബിംബം ഉണ്ടാകുമ്പോൾ അതിനെയാണ് ചിതാഭാസൻ എന്ന് ശാസ്ത്രം പറയുന്നത്. സംസ്കൃതത്തില് ആഭാസം എന്ന് പറഞ്ഞാൽ അതുപോലെ തോന്നിക്കുന്നത് എന്നാണ് അർത്ഥം. അതുപോലെ തോന്നിക്കുന്നത്, അതാണ് അർത്ഥം. ചൈതന്യത്തെ പോലെ ഒരു അറിവ്, ചൈതന്യത്തെ പോലെ ഒരു അറിവ് അവിടെയും കാണും. ഈ രണ്ടിനും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സൂര്യനും പ്രതിബിംബത്തിനും എന്ത് വ്യത്യാസമുണ്ടോ അത് തന്നെയാണ് ഇവിടെയുള്ള വ്യത്യാസം. സാക്ഷാൽ ആത്മാ, സ്വയം പ്രകാശമായ ആത്മാവിനും അറിവ് സ്വരൂപമായ ആത്മാവിനും ചിതാഭാസന് ഉള്ള അറിവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സൂര്യനും പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിതാഭാസനോട് കൂടിയതാണ് വിജ്ഞാനമയ കോശം. ഇനി നമുക്ക് അവിടെയുള്ള ശ്ലോകത്തിലെ അനുവ്രജച്ചിത് പ്രതിബിംബശക്തി എന്താണ് നോക്കാം. ചിത്ത്, ഇവിടെ ആത്മാ എന്ന് ഇവിടത്തെ അർത്ഥം. ഇവിടത്തെ ചിത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മാ എന്നാണ് അർത്ഥം എടുക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിൽ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാവും, അപ്പൊ ശ്രദ്ധിക്കണം. ഇവിടെ ചിത്ത് എന്ന് പറയുന്നതിനെ ആത്മാ എന്നാണ് എടുക്കുന്നത്. പ്രതിബിംബം എന്നുള്ളതിന് റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ, ചിത്തിന്റെ പ്രതിബിംബം, ആത്മായുടെ പ്രതിബിംബം.
ശക്തി, അതായത് അങ്ങനെ പ്രതിബിംബിപ്പിക്കാനുള്ള ഒരു തന്മയോട് കൂടിയത് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ശക്തിയോട് കൂടിയത്, അതായത് ചൈതന്യത്തിനെ പ്രതിബിംബിപ്പിക്കാൻ കഴിവുള്ളത്. ആ ചൈതന്യത്തെ, ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാൻ കഴിവുണ്ട്. ആർക്ക്? വിജ്ഞാനമയ കോശത്തിന്. അങ്ങനെ ഒരു തന്മ വിജ്ഞാനമയ കോശത്തിനുണ്ട്. നേരത്തെയുള്ള കോശങ്ങൾക്കൊന്നും നമ്മളിത് പറഞ്ഞില്ല. അന്നമയ കോശത്തിനോ പ്രാണമയ കോശത്തിനോ മനോമയ കോശത്തിനോ ഈ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ല. വിജ്ഞാനമയ കോശത്തിനാണ് ആ കഴിവ് ഉള്ളത്. അനുവ്രജത്. എന്താണ് അനുവ്രജത്? അതായത് ഈ പ്രതിബിംബം, ആത്മാ അറിവ് സ്വരൂപമായ, ചൈതന്യസ്വരൂപമായ, സ്വയം ജ്യോതിയായ ആത്മാവിന്റെ പ്രതിബിംബം എത്ര നാൾ കാണാം? അങ്ങനെ കാണും. എത്ര നാൾ കാണും എന്നാൽ എല്ലാ കാലവും ഉണ്ടാകും. എങ്ങനെ? കണ്ണാടിയുടെ മുൻപിലെ സൂര്യൻ എത്ര കാലം ഉണ്ടാവും? എത്ര കാലം കണ്ണാടിയുണ്ടോ അത്രയും കാലം കാണും. അതുപോലെ ഈ പ്രതിബിംബം എത്ര നാൾ കാണും? എത്ര നാൾ വിജ്ഞാനമയ കോശമുണ്ടോ അത്ര നാൾ അവിടെ എന്തായിട്ട് കാണും? പ്രതിബിംബമായിട്ട് കാണും. ആത്മാ എവിടെയുണ്ട്? ആത്മാ എല്ലായിടത്തും എപ്പോഴും ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. ആത്മാ അനാദിയാണ്, അതിന് നാശമില്ല. ആത്മാ അനാദിയാണ്. അതിനാൽ ഈ വിജ്ഞാനമയ കോശം ഉള്ളിടത്തോളം കാലം അതിൽ പ്രതിബിംബിക്കും. അത്രയേ ഉള്ളൂ. വിജ്ഞാനമയ കോശം ഉള്ളിടത്തോളം കാലം അനാദിയായ ആത്മാ ചൈതന്യം വിജ്ഞാനമയ കോശത്തില് ചിദാഭാസൻ എന്ന പേരിൽ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കും. വിജ്ഞാനമയ കോശം ഉള്ളിടത്തോളം കാലം. അതുകൊണ്ട് മനസ്സ് ഒരിക്കലും ജഡമാകാതിരിക്കും. ഇത് പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അറിവ് സ്വരൂപം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജഡമാകുകയില്ല. അവിടെ നിന്ന് ആ ശക്തി കിട്ടുന്നുണ്ട്. ജഡമാകാതിരിക്കാനുള്ള ചൈതന്യം അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേതനത്വം ആത്മാവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ജഡമല്ല. ശരിക്കും ജഡമാണ്. കാരണം സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് മനസ്സും ചിത്തവും ഒക്കെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ചേതനത്വം വരുന്നത് ആത്മാവിൽ നിന്നാണ്. അപ്പൊ ഇവിടെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ചിദാഭാസനായിട്ട് വന്നപ്പോ ആ ചേതനത്വം ഇവിടെ ഉണ്ട്, ജഡമല്ല. അപ്പോ അതുകൊണ്ട് എപ്പോഴും ഞാൻ അറിയുന്നു, അല്ലേ? ഒരു അറിവുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അറിവുണ്ട്. നമ്മുടെ ഉള്ളില് എപ്പോഴും ഒരു അറിവുണ്ട്. ഉണരുമ്പോ അറിയുന്നു. ആ അറിവ് ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. അനുവ്രജത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളതാണ്. എത്ര കാലം? വിജ്ഞാനമയ കോശം ഉള്ളിടത്തോളം കാലം. അനുവ്രജത്. പിന്നെയോ വിജ്ഞാന സംജ്ഞക. അനുവ്രജത് പ്രതിബിംബ ശക്തി വിജ്ഞാന സംജ്ഞ പ്രകൃതേർവികാരക. വിജ്ഞാന സംജ്ഞക. എന്താണ് വിജ്ഞാന സംജ്ഞക എന്ന് പറഞ്ഞാൽ? വിജ്ഞാനമയ കോശം എന്ന് പേരുള്ളത് എന്നാണ് എൻ്റെ അർത്ഥം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. വിജ്ഞാനമയ കോശം എന്ന് പേരുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു അറിവ് ആണ് വിജ്ഞാനമയ കോശം, അല്ലെ? മനസ്സിലൊരു അറിവാണിത്. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ ഒരു അറിവ് സ്വരൂപം തന്നെയാണ് ഒരു അറിവ്. ആത്മാവിനെ പോലെയുള്ള സൂര്യനും പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം പോലെ ആത്മാവും അതിന്റെ പ്രതിബിംബമായ ചിദാഭാസനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അവിടെ. പക്ഷെ ആത്മാവിന്റെ ആ ശക്തി കൊണ്ട്, പ്രതിഫലിക്കാനുള്ള ശക്തി ഇവിടെ വിജ്ഞാനമയ കോശത്തിനുള്ളത് കൊണ്ട് അവിടത്തെ ചെറിയ ഒരു അറിവ് ഇവിടെയും കിട്ടുന്നുണ്ട്. അതിൽ ആത്മാവിന്റെ പ്രതിബിംബമുണ്ട്. അതെന്നും തുടർന്നും ഉണ്ടാകും. എത്ര കാലം? ഈ വിജ്ഞാനമയ കോശം ഉള്ളിടത്തോളം കാലം. അങ്ങനെ വിജ്ഞാനമയ കോശത്തിന് അത് ഉള്ളിടത്തോളം കാലം ഈ ആത്മ ചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. വിജ്ഞാനമയ കോശം എത്ര കാലമുണ്ടോ അത്രയും കാലം ഇതിന് കഴിവുണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രകൃതേഹേ വികാരഃ.
കാരണശരീരത്തിന്റെ മാറ്റം ആണ് പ്രകൃതേഹ എന്ന് പറഞ്ഞാൽ കാരണശരീരമാണ്. വികാരഹ മാറ്റം. കാരണശരീരത്തിന്റെ മാറ്റം എന്താണ്? കാരണശരീരം എന്ന് പറഞ്ഞാൽ അവിദ്യ, അതായത് മായ. ഇവിടത്തെ കാരണശരീരം എന്ന് പറഞ്ഞാൽ അവിദ്യ അല്ലെങ്കിൽ മായയാണ് പറയുന്നത്. പ്രകൃതേഹേ വികാരഹ, കാരണശരീരത്തിന്റെ മാറ്റം. ഇവിടെ പ്രകൃതി എന്നാൽ കാരണശരീരം, അവിദ്യ, മായ. വികാരഹ മാറ്റം. നമ്മള് അരിമാവ് പല ആഹാരമാക്കി മാറ്റും അല്ലേ? പല ആഹാരമാക്കാം, അതിനെ പലതരം ആഹാരമാക്കാം. ഇഡലി, ദോശ, അങ്ങനെ പല സൈസാക്കി മാറ്റാം. അതേപോലെ അവിദ്യയുടെ, മായയുടെ മാറ്റമാണ്, പരിണാമമാണ് വിജ്ഞാനമയ കോശം. അതാണ് ഇവിടുത്തെ ഒരു അറിവ്. മായയുടെ, അവിദ്യയുടെ പരിണാമമാണ് വിജ്ഞാനമയ കോശം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മായ എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ വളരെ വിശദമായിട്ട് എന്താണ് മായ, എവിടെ നിന്നുണ്ടായി, അതെന്താണ്, അതിനകത്തുള്ള 3 കാര്യങ്ങള് എന്താണ്, 3 തരം: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതുകൊണ്ട് ഉണ്ടാകുന്ന, സൃഷ്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വിശദമായിട്ട് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് മായയെ കുറിച്ച് പഠിച്ചപ്പോ. അപ്പോ ആ മായ, അതിന്റെ ഒരു മാറ്റമാണ് ഈ വിജ്ഞാനമയ കോശം. ഈ മാറ്റം താഴെ നിന്ന് മുകളിലേക്കാണ്. അതായത് കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, അങ്ങനെ താഴെ നിന്ന് മുകളിലേക്കാണ് ഈ മായയുടെ ഈ പരിണാമം. ജ്ഞാനക്രിയാവാൻ എന്നാണ് അടുത്തത്. ജ്ഞാനക്രിയാവാൻ. എന്താണ് ജ്ഞാനക്രിയാവാൻ? വിജ്ഞാനമയ കോശം എന്താണ് ചെയ്യുന്നത്? അത് അറിവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ? എല്ലാ അറിവിനെയും സ്വീകരിക്കുന്നു. ആര്? വിജ്ഞാനമയ കോശം. അറിവിനെ പേര് തന്നെ വിജ്ഞാനം എന്നാണ്. അറിവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കോശത്തിന്റെ പ്രവൃത്തി അറിവ് നേടലാണ്. അന്നമയ കോശത്തിന്റെ പ്രവൃത്തി പഠിച്ചു, പ്രാണമയ കോശത്തിന്റെ പ്രവൃത്തി പഠിച്ചു, മനോമയ കോശത്തിന്റെ പ്രവൃത്തി പഠിച്ചു. വിജ്ഞാനമയ കോശത്തിന്റെ പ്രവൃത്തി അറിവ് നേടലാണ്. അതായത് അറിവിനെയും അതിന്റെ പ്രവൃത്തിയെയും ഉൾക്കൊള്ളുന്നു അല്ലെ? രണ്ടും ഉണ്ട്. അറിവിനെയും ഉൾക്കൊള്ളുന്നുണ്ട്, പിന്നെ പ്രവൃത്തിയും ഉൾക്കൊള്ളുന്നു. അറിവിനെയും പ്രവൃത്തിയെയും ഉൾക്കൊള്ളുന്നത് എന്നും പറയാം. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെ? തീരുമാനങ്ങൾ എടുക്കുന്ന ബുദ്ധിയാണെന്ന് പറഞ്ഞു നമ്മള്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത് വേണം, ഇത് വേണ്ട, ഇത് ചെയ്യാം, ഇത് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ് വിജ്ഞാനമയ കോശം. ചെയ്യണം എന്ന് തീരുമാനിക്കും, ചിലപ്പോ വേണ്ട എന്ന് തീരുമാനിക്കും. മനസ്സെന്ത് ചെയ്യും? വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, വേണോ വേണ്ടോ എന്നിങ്ങനെ സംശയിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് മനസ്സ്. ബുദ്ധി എന്ത് ചെയ്യും? തീരുമാനമെടുക്കും, വേണം അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് വിജ്ഞാനമയ കോശം. മനോമയ കോശത്തിൽ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് വേണ്ടേ, പല അറിവുകളും വന്നുകൊണ്ടിരിക്കും. അതിൽ ഏത് സ്വീകരിക്കണം, ഏത് വേണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഇങ്ങനെ ചിന്തകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ് മനോമയം. വിജ്ഞാനമയ കോശം അതെന്ത് ചെയ്യും? ആ ചിന്തകളെ നോക്കിയിട്ട് ഇതിനകത്ത് ഇത് മതി, ഇതാണ് അറിവ്. നേടിയ അറിവ് കൊണ്ട് തീരുമാനിക്കും, എന്റെ അറിവനുസരിച്ച് ഇതാണ് നല്ലത്, എന്റെ അറിവനുസരിച്ച് ഇത് വേണ്ട, എന്റെ അറിവനുസരിച്ച് ഇങ്ങനെ ചെയ്യാം, എന്റെ അറിവനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് വിജ്ഞാനമയ കോശം. അപ്പോ മനോമയവും പ്രാണമയവും അന്നമയവും ഇവിടെ ചേർന്ന് പ്രവർത്തിക്കും. നേരത്തെ പറഞ്ഞു നമ്മളത് എങ്ങനെയാന്ന്. വിജ്ഞാനമയ കോശം തീരുമാനമെടുത്ത ശേഷം മറ്റുള്ളവര് മനോമയവും പ്രാണമയവും അന്നമയവും ഇതിനകത്ത് ചേർക്കും. അപ്പോഴല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ശരീരം പ്രവർത്തിക്കണമല്ലോ. മനസ്സിനകത്തുള്ള കാര്യങ്ങളെ വിജ്ഞാനമയ കോശം തീർച്ചപ്പെടുത്തി കഴിയുമ്പോൾ ഇന്നത് മതി എന്ന് പറയുമ്പോൾ അതനുസരിച്ച് മനസ്സും, പിന്നെ പ്രാണൻ, എനർജി വേണം, ഊർജം വേണം പ്രവർത്തിക്കാൻ. ആ പ്രാണശക്തി കൊണ്ട് ഊർജമുണ്ടായി ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടെ ഈ പ്രവൃത്തി ചെയ്യും. അപ്പോ പ്രവർത്തനവും അങ്ങനെ നടക്കും. ബുദ്ധി തീരുമാനിക്കും, മറ്റുള്ളവരെല്ലാവരും കൂടെ പ്രവർത്തനവും നടത്തും. എല്ലാ ക്രിയകൾക്കും കാരണം വിജ്ഞാനമയ കോശമാണ്. ഇപ്പൊ ഈ വിജ്ഞാനമയ കോശമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് ഈ വിജ്ഞാനമയ കോശം വെച്ചാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. അപ്പോ എല്ലാ ക്രിയകൾക്കും കാരണം വിജ്ഞാനമയ കോശമാണ് എന്ന് മനസ്സിലാക്കുക. വേറെ ഒരു പ്രധാന ജോലി ചെയ്യുന്നു.
അതാണ് നമുക്ക് സംസാരത്തെ തരുന്നത്. ഈ വിജ്ഞാനമയ കോശമാണ് എല്ലാ പ്രവൃത്തിക്കും കാരണം. അദ്ദേഹം ഈ വിജ്ഞാനമയ കോശം ഒരു പ്രധാന ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ ജോലിയാണ് നമുക്ക് സംസാരത്തെ തരുന്നത്. എങ്ങനെയാണ് ഈ സംസാരം ഉണ്ടാകുന്നത് അല്ലെ? ഇപ്പൊ എന്തിനാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നേ? സംസാരമോചനം, സംസാര സാഗരത്തിൽ നിന്ന് കരകയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പൊ നമ്മൾ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇരുന്ന് കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ എന്തിനാണ്? സംസാര സാഗരത്തിൽ നിന്ന് കരകയറുവാനായിട്ട്. അപ്പൊ ഈ സംസാര സാഗരം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട്, അതാണ് വിജ്ഞാനമയ കോശം. അദ്ദേഹമാണ് ഈ സംസാരത്തെ നമുക്ക് തരുന്നത്. എങ്ങനെയാണത്? അഹം ഇതി അജസ്രം, അഹമിതി അജസ്രം. പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്ക്, അഹം ഇതി അജസ്രം. ഞാൻ എന്ന് ഇടതടവില്ലാതെ, ഞാൻ എന്ന് ഇടതടവില്ലാതെ, ബ്രേക്കിൽ, വിത്തൗട്ട് എനി ബ്രേക്ക്, ഇടതടവില്ലാതെ ഞാൻ 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 എന്ന് ഇടതടവില്ലാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണ്, എൻ്റെ കൈ, എൻ്റെ കാല്, ഞാനാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ഈ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട്. അതായത് അനാത്മാവാണ് ഇതൊക്കെ അല്ലെ? ഈ ശരീരം അനാത്മാവാണ്, മനസ്സ് അനാത്മാവാണ്, എല്ലാവരും ഇന്ദ്രിയങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, എല്ലാം അനാത്മാവാണ്. ആത്മാ എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, അത് ഇതുമായിട്ട് അതിൽ നിന്ന് ഉണ്ടായതാണ് ഇതെല്ലാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വേറെ ആത്മാവല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ആത്മാ ചൈതന്യം കൊടുക്കുമ്പോൾ ഇതിന്റെ ഈ ജഡത്വം മാറി എല്ലാം ചേതനത്വം എല്ലാത്തിനും കൈവരുന്നു. അപ്പോ അനാത്മ എന്നുള്ളതിന്റെ വിശദീകരണം വളരെ മുമ്പിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ആത്മാ എന്ത്, അനാത്മാ എന്ത്. അപ്പോ ആത്മാ അല്ലാത്തതെല്ലാം അനാത്മ. ആത്മായുടെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ സ്വയം ജ്യോതിസ്, എന്നും നിലനിൽക്കുന്നത്, ആദിമന്തവും ഇല്ലാത്തത്, പരിണാമത്തിന് വിധേയമാകാത്തത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു ആത്മാവിനെ കുറിച്ച്. അനാത്മായോ? മാറ്റമുള്ളത്, മാറിക്കൊണ്ടേയിരിക്കുന്നത്, നാശമുള്ളത്, ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെ അനാത്മായെ പഠിച്ചു. അപ്പോ അനാത്മാവിനെ ആത്മാ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതിന് കാരണം വിജ്ഞാനമയ കോശമാണ്. അദ്ദേഹമാണ് നമ്മളെ അനാത്മാവിനെ ആത്മാ എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് ഞാൻ 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 എന്നീ ശരീരത്തെ പറയിച്ച് എല്ലാത്തിനും ഞാൻ ചേർക്കുന്ന ആ ഞാൻ യഥാർത്ഥ ഞാനല്ല, അത് അനാത്മാവിലെ ഞാനാണ് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ. ശരീരത്തെ റെഫർ ചെയ്തുകൊണ്ട്, നമ്മുടെ ജോലിയെ റെഫർ ചെയ്തുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ റെഫർ ചെയ്തുകൊണ്ട്, നമ്മുടെ പ്രായത്തെ റെഫർ ചെയ്തുകൊണ്ട്, ഞാൻ വയസ്സൻ അല്ലെ, പ്രായത്തെ വെച്ചുകൊണ്ട്, അങ്ങനെ തൊലിയുടെ കളറ്, ഞാൻ വെളുപ്പ്, ഞാൻ കറുപ്പ്, ഞാൻ അന്ധൻ, ഞാൻ ബധിരൻ, എല്ലാം ഈ ഇന്ദ്രിയങ്ങളെ, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനെ പറയുന്നത്. ഞാൻ എല്ലാം ഞാൻ 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 എന്ന് പറയുന്നത് ഇതിനെ മുഴുവൻ കേട്ടിട്ടാണ്. ഇനി ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ മനസ്സിനെ പെടുത്തിക്കൊണ്ട്, അപ്പൊ അതിനെയും പെടുത്തും, സൂക്ഷ്മ ശരീരത്തെയും പെടുത്തും. മനസ്സിനെ പെടുത്തിക്കൊണ്ട് ഞാൻ ഭ്രാന്തൻ, ഞാൻ മന്ദബുദ്ധി, അയാൾ മന്ദബുദ്ധി, ഇയാൾ മന്ദബുദ്ധി, ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോ അതിലെല്ലാം ഈ ഞാനെ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ ആത്മാവായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, അനാത്മാവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കണക്ട് ചെയ്യുന്ന ആളാണ് വിജ്ഞാനമയ കോശം. അങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പറ്റിച്ച് നമ്മളെ സംസാരത്തിൽ പെടുത്തി നമ്മളെ ദുഃഖത്തിന് പാത്രീഭൂതനാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് വിജ്ഞാനമയ കോശം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങൾ തരും ഇദ്ദേഹം. സന്തോഷം തരുമ്പോൾ നമ്മൾ വിചാരിക്കും കറക്റ്റാണ്, പക്ഷെ അടുത്ത നിമിഷം സങ്കടം വരും. അപ്പോഴാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുക. അപ്പോ വിജ്ഞാനമയ കോശത്തെ ശരിക്കറിഞ്ഞിട്ട് അതിൽ നിന്ന് തടിതപ്പണം. അജസ്രം, അതാണ് പ്രത്യേകിച്ചും പറയേണ്ടത്. അജസ്രമാണ്. അഹം ഇതി അജസ്രം. ഇടതടവില്ലാതെ തുടർച്ചയായിട്ടാണ് അജസ്രം, തുടർച്ചയായി. ദേഹ ഇന്ദ്രിയാദിഷു, ദേഹം, പ്രാണം, ഇന്ദ്രിയങ്ങൾ, എല്ലാത്തിലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിവയിലെല്ലാം അഹം 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 ഇതി. ഞാൻ
അഭിമന്യത്തെ. അങ്ങനെ മനസ്സിന് ഇന്ദ്രിയങ്ങളിലും എല്ലാത്തിലും ഞാൻ എന്ന് പറഞ്ഞ് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു. വിജ്ഞാനമയ കോശം നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നു. ഞാൻ ഇന്നാള് ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്നാളുടെ മകൻ, ഇന്ന ഗോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വെളുപ്പ്, കറുപ്പ്, ഒരുപാട് ഇല്ലേ, എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അത് മുഴുവൻ ഞാൻ എന്ന ഈ ശരീരത്തെയോ സൂക്ഷ്മ ശരീരത്തെയോ സ്ഥൂല ശരീരത്തെയോ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞ് അത് ചെയ്യുന്ന ആളാണ്, എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വിജ്ഞാനമയ കോശം. അപ്പോ വിജ്ഞാനമയ കോശമാണ് ഈ ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിജ്ഞാനമയ കോശമാണ്. അന്നമയ കോശം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ വിജ്ഞാനമയ കോശമാണ് ഇങ്ങനെ പറയുന്നത്. എത്രത്തോളം ശക്തമായി വിചാരിക്കുന്നു എന്ന് ചോദിച്ചാൽ വൃഷം ദൃഢനിശ്ചയമായിട്ടാണ്, ദൃഢനിശ്ചയത്തോടെ പറയാണ് ഞാൻ ഈ ശരീരമാണെന്ന് ദൃഢനിശ്ചയത്തോടെ പറയാണ്. ഞാൻ ഇന്ന ആളാണ്, ഇന്ന വീട്ടിലാണ് ജനിച്ചത്, ഞാൻ ഇന്ന സ്ഥലത്തെ ആളാണ്, ഇന്ന ദേശത്തെ ആളാണ്, ഇന്നതാണ് എൻ്റെ പേര്, ഞാൻ വെളുപ്പാണ്, ഞാൻ കറുപ്പാണ്, ഞാൻ ശക്തിമാനാണ്, ഞാൻ ബലവാനാണ്, ഞാൻ ക്ഷീണിതനാണ്. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഈ ശരീരത്തിനെ ബേസ് ചെയ്തിട്ട് സകലത്തിന്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ബുദ്ധിമാനാണ്. എല്ലാം ബേസ് ചെയ്യുന്നത് സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും ബേസ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യിക്കുന്ന ആള് വെറുതെ അല്ല ചെയ്യിക്കുന്നത്, സംശയാസ്പദമായ രീതിയിലൊന്നല്ല, ദൃഢനിശ്ചയമാണ് അങ്ങനെ ചെയ്യുന്നത്. വിജ്ഞാനമയ കോശം നമ്മളെ ദൃഢമായിട്ട് അതിൽ പിടിച്ചു നിർത്തുകയാണ്, ദൃഢമായിട്ട്. അതാണ് വൃഷം എന്ന് പറഞ്ഞു. ഇളകാത്ത രീതിയിലുള്ളതാണ് വൃഷം എന്ന് പറയാം. ഇളകാത്തത്, ഉറച്ചത്. എതിലാ ഉറച്ചു നിൽക്കുന്നത്? അനാത്മാവിനെ ആത്മ എന്ന് ഉള്ള വിചാരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എന്നുള്ളത് ഈ ശരീരമാണെന്ന് ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മരിക്കും എന്ന് തോന്നുന്നത്. ശരീരമല്ലേ പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതാ ഞാൻ മരിക്കും, ഒരു ദിവസം ഞാനും മരിക്കും. ഇല്ല, അങ്ങനെയില്ല, മരിക്കില്ല. മരണമില്ല ആത്മാവിന്. ഈ കൂട് വിട്ട് അടുത്ത കൂടിലോട്ട് പോകുന്നു, ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിലോട്ട് പോകും. ആ പോകാതിരിക്കാനാണ് നമ്മൾ ഈ പ്രയത്നമൊക്കെ ചെയ്യുന്നത്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യമായിട്ട് മാറാനല്ല, അത് തന്നെയാണ് നമ്മൾ, അതാണെന്ന് തിരിച്ചറിയാൻ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യസ്വരൂപമാണ് എന്ന് തിരിച്ച് അറിഞ്ഞ് അങ്ങനെ ഇരിക്കാനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, അതായത് ഞാൻ പരമാത്മ ചൈതന്യമാണെന്നറിയാം, ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കതറിയില്ല. എവിടെ നമുക്കറിയാൻ പറ്റുന്നേ? നമ്മൾ വിജ്ഞാനമയ കോശത്തിൽ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട് നാം അതറിയുന്നില്ല. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ ഒന്ന് രണ്ടുപേരോട് ഇങ്ങനെ സ്വാമി പറയുമ്പോൾ പറയൂ, അതൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനാകാൻ പറ്റും? ഒരിക്കലും സംഭവിക്കത്തില്ല. അവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ ഈശ്വരൻ തന്നെയാണ്. വിജ്ഞാനമയ കോശത്തിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ അല്ല എന്ന് തോന്നുന്നത്. അതിൽ നിന്ന് വിട്ട് ഓരോ കോശമായിട്ട് നമ്മൾ അത് ഓരോ കോശത്തിൽ നിന്നും പൊട്ടിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്തറിയും? അല്ലേ, എത്രയോ ഗുരുക്കന്മാരങ്ങനെ അറിഞ്ഞവരുണ്ടല്ലോ. ഭാരതത്തില് ധാരാളം ആൾക്കാരുണ്ട് ഈ സത്യം തിരിഞ്ഞറിഞ്ഞ്, ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞവര്, സ്ഥിതപ്രജ്ഞന്മാര് അല്ലെ. ഭഗവത്ഗീതയിൽ ഭംഗിയായിട്ട് പറയേണ്ടത് ആരാണ് സ്ഥിതപ്രജ്ഞൻ? ഇങ്ങനത്തെ ആളാണ്, അത് തിരിച്ചറിഞ്ഞ ആളാണ് സ്ഥിതപ്രജ്ഞൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, സ്വയം ജ്യോതിസാണ്, അറിവ് സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. അവര് തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഈ കോശത്തിലൊക്കെ കടന്നു പോകും അവരൊന്നും ഇത് ബാധിക്കത്തില്ല. നമുക്ക് തോന്നും അവരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ, ഇരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അത് പ്രാരബ്ധം തീരാൻ വേണ്ടിയിട്ട് ആ ശരീരം അങ്ങനെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർ ആ ശരീരമാണ് എന്ന് അവർ ധരിക്കുന്നില്ല. അവർ ആത്മസത്വം തന്നെ എന്ന് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ വൺസ് ഒരിക്കൽ ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞാൽ, ഒരിക്കൽ ആത്മാനന്ദം അനുഭവിച്ചാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരവില്ല. ശരീരം നമുക്ക് കാണാം, അവർ നടക്കുന്നത് കാണാം, ഇരിക്കുന്നത് കാണാം, നമ്മളെപ്പോലെ പെരുമാറുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഉള്ളിൽ അവർ ആനന്ദസ്വരൂപരാണ്. അവർക്ക് ഒന്നൊരു പ്രശ്നമല്ല. നമുക്ക് തോന്നും അങ്ങനെയൊക്കെ. നമ്മൾ വിജ്ഞാനമയത്തിലാണല്ലോ നിൽക്കുന്നത്, അവര് വിജ്ഞാനമയത്തിലല്ല. അപ്പൊ വിജ്ഞാനമയത്തിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് തോന്നും? കാണുന്നതെല്ലാം വിജ്ഞാനമയ കോശത്തിൽ തന്നെ നിൽക്കുന്നതാണെന്ന് തോന്നും. നമുക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെയാണെന്നാ.
അങ്ങനെയല്ല. കാരണം നമ്മൾ വിജ്ഞാനമയത്തിലാണ്. വിജ്ഞാനമയത്തിന്റെ ശക്തി പറഞ്ഞില്ലേ, ഭൃശം അത്രയും അതിശക്തിയായതാണ്, തുടർച്ചയായിട്ടാണ്, മാറാൻ പറ്റാത്തതാണ്, ഭൃശമാണ്, ദൃഢനിശ്ചയമാണ്, ഇളകാത്തതാണ്. അപ്പോ അറിവ് കൂടുന്തോറും നമുക്ക് എന്തുണ്ടാവണം? വളരെ തമാശയാണത്, നല്ല രസമാണ് പറയുന്നത്. നമ്മൾ അറിവ് കൂടുന്തോറും എന്താ ഉണ്ടാവണേ? നമ്മുടെ വിശേഷണങ്ങൾ നമ്മൾ കൂട്ടും, ഇല്ലേ? നമുക്കുള്ള വിശേഷണങ്ങൾ കൂട്ടും. ഒരു ഡിഗ്രി കിട്ടിയപ്പോ അതായി, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നപ്പോൾ അതുമായി, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ അതുമായി. ഇതെല്ലാം എവിടെയാ? പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ അങ്ങനെയായി. ഇനി അവിടെ നിന്നും പോയി ഒരു MLA MP ഒക്കെ ആയിരിക്കുമ്പോൾ അങ്ങനെയായി, മന്ത്രിയാവും അങ്ങനെയായി. ഇങ്ങനെ എന്തെല്ലാം ഡോക്ടറേറ്റ് കിട്ടും, അങ്ങനെയായി. പല 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 അറിവുകള് ഇങ്ങനെ കുറെ കിട്ടുന്തോറും എന്താവുന്നു? ഈ വിജ്ഞാനമായ കോശം എന്താ ചെയ്യുന്നത്? ഓരോ അറിവിനെയും ഞാൻ 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 എന്ന് പറയും. ഞാൻ ഡോക്ടറാണ്. ഞാൻ ആരാണ്? ഞാൻ ആത്മായാണ്, ഞാൻ ഡോക്ടറൊന്നുമല്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ഡോക്ടറുടെ ജോലിയാണ്. ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, ഞാൻ എന്ന ആത്മാ ഇപ്പോൾ ഈ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ശരീരം ഒരു ഡോക്ടറുടെ ജോലി ചെയ്യും. അങ്ങനെ ഓരോ അറിവ് കിട്ടുമ്പോഴും വിജ്ഞാനമയകോശത്തിന്റെ സാമർഥ്യം അതാണ്. ഓരോ അറിവ് കിട്ടുമ്പോഴും അഹം, ആ അറിവ് അങ്ങനെയാണ് ബന്ധിപ്പിക്കും. അഹം പ്ലസ് അറിവ് ഞാൻ എന്നാണ്. എപ്പോഴും അഹത്തിന് ഇതിന്റെ ഈ വിശേഷണങ്ങൾ, അറിവ് കൊണ്ട് ഉണ്ടാകുന്ന വിശേഷണങ്ങളെ എല്ലാം, അഡ്ജക്റ്റീവ്സ് എല്ലാം എവിടെ വരും? ഞാൻ 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 എന്ന് വരും. അപ്പോ മറഞ്ഞു പോകുന്നത് ഏതാണ്? സത്യമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്ത, എന്നും ജ്യോതിസായിരിക്കുന്ന ആത്മാ മറയ്ക്കപ്പെടുന്നു. ആത്മാ കാണാതെ പോകുന്നു. കാണുന്നത് പ്രതിബിംബത്തിന്റെ പരിപാടി മാത്രം. ഒറിജിനലിനെ കാണുന്നില്ല, ഒറിജിനൽ സൂര്യനെ കാണുന്നില്ല. ഈ പ്രതിബിംബത്തെ കണ്ടുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. വിജ്ഞാനമയ കോശം അതിന് ആണ് നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിജ്ഞാനമയ കോശത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ജനനം മുതൽ മരണം വരെ നമ്മളെ പിടിവിടാതിരിക്കും. മരിച്ചു കഴിയുമ്പോഴും പിടിവിടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ശരീരം പോയി എടുക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിലെ വിജ്ഞാനമയ കോശം നിന്നുകൊണ്ട് അടുത്ത ശരീരത്തിലേക്ക് പോകും. അപ്പോ നമ്മളത് വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോ പറയുന്ന ഞാൻ വിജ്ഞാനമയ കോശത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. ഓരോ കോശമായിട്ട് നമുക്ക് മുന്നോട്ട് വരണം. അപ്പോ ഓരോ അറിവ് കിട്ടുമ്പോഴും, ഓരോ അറിവുകൾ നേടി എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഓരോന്ന് കൂട്ടുമ്പോഴും ഞാൻ ഈ ശരീരമല്ല എന്നുള്ള വിചാരം മാറുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ ശരീരമാണെന്നും ഈ ക്വാളിഫിക്കേഷൻസിനെ ഒക്കെ ശരീരത്തിന്റെ കൂടെ കൂട്ടി ചേർത്ത് പറയുകയും ചെയ്യും. അപ്പൊ ഞാൻ എന്നുള്ളത് ഒന്നുകൂടെ ദൃഢമായി, ബൃഹമായി, ഇളകാത്തതായി. അറിവ് കൂടുന്തോറും അഹങ്കാരം ചേർന്ന് വരും. അഹംകാരം, അഹം എന്നുള്ളത് അഹംകാരം ചേർന്ന് വരും. എല്ലാ സങ്കടങ്ങളുടെയും ബീജം, എല്ലാ സങ്കടങ്ങളുടെയും മൂല കാരണം ഈ വിജ്ഞാനമയത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? എൻ്റെ എന്നുള്ള മമാകാരം എവിടുന്നാ വരുന്നേ? വിജ്ഞാനമയത്തിൽ നിന്ന്. കാരണം ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചു കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിനെ മുഴുവൻ എന്റേത് എന്ന് പറയും. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എന്റേത് ആയി എടുക്കും. അപ്പോ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എന്റേതും കൂടെ ആകും. അങ്ങനെ മൊത്തം ഞാൻ ഒരു സംസാരിയായി നിലനിൽക്കും. അതാണ് വിജ്ഞാനമയ കോശം ചെയ്യുന്നത്. കറക്റ്റ് സംസാരിയാക്കി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ സംസാര കാരണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ സംസാര കാരണം എന്ന്? ഓർമ്മയുണ്ടോ? ബുദ്ധിർ ബുദ്ധീന്ദ്രിയൈ സാർദ്ധം, അത് ഓർക്കണം ഇവിടെ. ബുദ്ധിർ ബുദ്ധീന്ദ്രിയൈ സാർദ്ധം സവൃത്തി കർത്തൃലക്ഷണം ലക്ഷണ വിജ്ഞാനമയ കോശ സ്യാത് പുംസഹ സംസാര കാരണം എന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. പുംസഹ സംസാര കാരണം എന്ത്? വിജ്ഞാനമയ കോശ സ്യാത്. വിജ്ഞാനമയ കോശമാണ്
സംസാര കാരണം. അങ്ങനെ ആയതുകൊണ്ട് വിജ്ഞാനമയ കോശത്തിൽ അഹം 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 ഞാൻ 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 എന്ന് അനാത്മാവിനെ, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ, സൂക്ഷ്മ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബന്ധിപ്പിച്ച് അതാണ് ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നും സംസാര സാഗരത്തിൽ തന്നെ നീന്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ. സാധാരണ ശരീരത്തെ നേരെയാക്കാൻ നോക്കും അല്ലെ? ശരീരത്തിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നേരെയാക്കാൻ നോക്കും. ശരീരത്തിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, വിജ്ഞാനമയത്തെ ശ്രദ്ധിക്കാറില്ല. ശരീരത്തെ ശരിയാക്കാൻ നോക്കും, വിജ്ഞാനമയത്തെ ശരിയാക്കാൻ നോക്കാറില്ല. വിജ്ഞാനമയത്തെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ അസുഖത്തെ മാറ്റാൻ വേണ്ടി എന്തെല്ലാം ചികിത്സകൾ ചെയ്യുന്നുവോ അതുപോലെ വിജ്ഞാനമയ കോശത്തിലെ, അതായത് തീർച്ചപ്പെടുത്തുന്ന ബുദ്ധിയാണെന്ന് പറഞ്ഞു, അവിടുത്തെ അജ്ഞാനത്തെ മാറ്റാനായി നാം ഒന്നും ചെയ്യാറില്ല. സാധാരണക്കാരന്റെ കാര്യത്തില് നമ്മളെപ്പോലെയുള്ള ഇതിൽ വേണ്ടി പഠിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരോ സാധനകൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ സാധന? നേരത്തെ പഠിച്ചു കുറെ സാധനങ്ങളല്ലേ. വിവേകമുണ്ടാകണം, പിന്നെ വൈരാഗ്യം ഉണ്ടാകണം, ശമതമാദികൾ വേണം. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ ഈ വിജ്ഞാനമയ കോശത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഹം എന്നുള്ള വിചാരത്തെ മാറ്റി ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, ഞാൻ ആത്മാ ആണ്, ഞാൻ നാശമില്ലാത്തവനാണ്, ഞാൻ ആനന്ദം അനുഭവിക്കുന്ന ആളാണ്, ആനന്ദമാണ് ഞാൻ, ഞാനല്ലാതെ ഇവിടെ വേറൊന്നും ഇല്ല. ഈശാവാസ്യോപനിഷത്ത് അത് പറഞ്ഞു തരാനാണ് ഇതൊക്കെ ശങ്കരാചാര്യസ്വാമി ഇവിടെ പറയുന്നേ. അപ്പൊ നമ്മൾ ശരീരത്തെ നേരെയാക്കാൻ നോക്കും. എന്ത് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും, ചെറിയൊരു മുള്ളു കുത്തിയാലും നമ്മൾ എടുത്തു കളയാൻ വേണ്ടി അത് എത്രയും പെട്ടെന്ന് എടുത്തു കളയും ഇല്ലേ? പക്ഷേ വിജ്ഞാനമയ കോശം ഞാൻ 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 എന്ന് പറഞ്ഞ് നമ്മളെ സംസാര സാഗരത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ചികിത്സ നമ്മൾ ചെയ്യുന്നില്ല. ആർക്കാണ് ചെയ്യാൻ പറ്റിയത്? വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരീരത്തിന്റെ ചികിത്സ പുറത്തുനിന്ന് ഒരാൾക്ക് ചെയ്യാം. മനസ്സിന്റെ ചികിത്സ, ഈ വിജ്ഞാനമയ കോശത്തിന്റെ ബുദ്ധിയുടെ ചികിത്സ ആൾക്ക് ചെയ്യാൻ പറ്റും. ഗുരു പറഞ്ഞു തരും. ഒരു ഗുരുവിന് പറ്റും, ഗുരു പറഞ്ഞു തരും. പക്ഷെ അത് മരുന്ന് കഴിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയാണ്. ഗുരു പറഞ്ഞു തരും, ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് ഗുരു പറഞ്ഞു തരും, ഡോക്ടർ പറഞ്ഞു തരുന്ന പോലെ. അപ്പോ നമ്മൾ കഴിക്കണം. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് സാധനയിൽ കൂടി തന്നെ വേണം ഈ വിജ്ഞാനമയ കോശത്തെ കടന്ന് മുന്നോട്ട് വരാൻ. ശാസ്ത്രം പഠിക്കണം, അത് തന്നെയാണ്, വേറെ ഒന്നും വേണ്ട അതിന്. വിജ്ഞാനമയ കോശത്തിലെ അജ്ഞാനത്തെ നീക്കാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യം അല്ലെ? വിജ്ഞാനമയ കോശം ഇത്രയൊക്കെ പറഞ്ഞു, ശരി, വിജ്ഞാനമയ കോശത്തിലെ അജ്ഞാനത്തെ നീക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, നിങ്ങൾ ശാസ്ത്രം പഠിക്കൂ, വേദാന്തം പഠിക്കൂ, വേദം പഠിക്കൂ, വേദാന്തം പഠിക്കൂ. അതെങ്ങനെയാ? ശ്രവണം, പിന്നെയോ മനനം. അപ്പോ ശ്രവണം മനനാദികളിൽ, ശ്രവണ മനനാദികളിൽ കൂടി ശാസ്ത്രത്തെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിലും മനസ്സിലും ശക്തമായി ഞാൻ ഞാൻ എന്ന് ആര് പറയുന്നുവോ അത് മാറിയിട്ട് ഞാൻ അതൊന്നുമല്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പഠിക്കുന്നുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യമായിട്ടുള്ളതാണ്, എനിക്ക് നാശമില്ല. കുഞ്ഞിലെ ഞാനുണ്ടായിരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ തൊട്ട് ഞാനുണ്ട് ഇല്ലേ? ഞാനുണ്ട്, ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ 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 കുഞ്ഞായിരുന്നു, ഞാൻ വലുതായി, ഞാൻ യൗവനത്തിലായി, ഞാൻ കുറച്ചുകൂടെ പ്രായമായി, ഞാൻ വയസ്സായി. ഒരു അബദ്ധം വരെ പറയും ഞാൻ മരിക്കും എന്ന്. ഞാൻ മരിക്കില്ല. ഞാൻ ജനിച്ചു എന്നും പറയും, ഞാൻ ജനിച്ചിട്ടുമില്ല. എനിക്കൊരു ശരീരം കിട്ടിയിട്ടുണ്ട്, ഞാൻ നേരത്തെ ഉള്ളതാ. ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടു, ഇനി ഇത് ഉപേക്ഷിച്ച് വേറൊരു ഷർട്ട് ഇടാം. ഈ ഷർട്ട് പഴയതായി, മോശമായി. അതുപോലെ തന്നെയാണ് ഈ ശരീരം വിട്ടിട്ട്. ഈ ശരീരം കൊള്ളിലാണ്ടാവുമ്പോ, പ്രവർത്തിക്കാൻ പറ്റാത്താവുമ്പോ ഈ ആത്മാ ഈ ശരീരത്തെ ഇവിടുന്ന് ഈ ചിതാമാസം പ്രവർത്തിക്കാണ്ടാവും, ഇത് വിട്ടുപോകും.
അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ പതുക്കെ 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 ഓരോ കോശങ്ങളെയും പഠിച്ചു വരുമ്പോ ഇനിയുണ്ട് നമുക്ക് പഠിക്കാൻ, അല്ലേ? വിജ്ഞാനമയ കോശം കഴിഞ്ഞാൽ ആനന്ദമയ കോശം പഠിക്കാനുണ്ട്, മുന്നോട്ട് പോകും നമ്മൾ. അപ്പൊ വിജ്ഞാനമയ കോശമാണ് ഞാൻ എന്ന അഹങ്കാരത്തിന് കാരണം എന്ന് മനസ്സിലാക്കുക. അതിനെ മാറ്റണം. കാരണം നമ്മൾ പ്രതിബിംബമല്ല, നമ്മൾ ആത്മാ തന്നെയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് പ്രതിബിംബമാണെന്ന്, കണ്ണാടിയാണെന്ന് വിചാരിച്ചിരിക്കുന്നു. കണ്ണാടിയല്ല നമ്മൾ ശരിക്കും. നമ്മൾ കണ്ണാടിയായ പോരാ, കണ്ണാടി ഇല്ലാതെ കണ്ട് ആ ആത്മസ്വരൂപമായിട്ട് തന്നെ മാറണം. കണ്ണാടിയായിട്ട് നിലനിൽക്കാൻ പാടില്ല നമ്മൾ. അതിനെന്ത് ചെയ്യണം? കണ്ണാടിയാണെന്ന് തിരിച്ചറിയണം, അജ്ഞാനമാണെന്ന് അറിയണം. കണ്ണാടി പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടായി? പ്രതിബിംബം ഇല്ല അവിടെ. പിന്നെന്താണ് ഉള്ളത്? ആത്മാ മാത്രം, വേറൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഞാൻ തന്നെ എന്ന് തിരിച്ചറിയും. ഞാൻ തന്നെ ആ പ്രകാശം എന്ന് തിരിച്ചറിയും. ഇപ്പൊ ഒരു കണ്ണാടിയാണെങ്കിൽ നമുക്ക് ഒരു താഴെട്ട പൊട്ടിപ്പോകും, പറ്റും. പക്ഷെ ഇവിടത്തത് അങ്ങനെ പറ്റുമോ? ശരീരത്തെ നശിപ്പിച്ചാൽ പറ്റുമോ? പറ്റില്ല. ഇതെന്തുകൊണ്ട് പറ്റും? ഇവിടത്തെ അജ്ഞാനത്തെ മാറ്റണം. ഒന്നുമില്ല, ഇവിടെ സിമ്പിൾ അല്ലേ? തിരിച്ചറിയൽ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നും ചെയ്യണ്ട. തിരിച്ച് സ്വയം അറിയുക, ഞാൻ ഇതല്ല എന്നറിയുക. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യവും അത് തന്നെയാണ്. എന്ത്? ഞാൻ ആര് എന്ന് സ്വയം തിരിച്ചറിയൽ. അതാണ് രമണ മഹർഷി പറഞ്ഞത്, സ്വയം ആരെന്ന് തിരിച്ചറിയുക. ജ്ഞാനമയ കോശത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രാധാന്യം പറയുന്നത്. അടുത്ത ശ്ലോകം അടുത്ത ദിവസം നോക്കാം. വീണ്ടും കുറച്ചുകൂടെ വിവരങ്ങളുണ്ട് വിജ്ഞാനമയ കോശത്തെ കുറിച്ച്. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് വിജ്ഞാനമയ കോശം. അത് കടക്കാനാണ് ഏറ്റവും പാട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഭഗവാൻ നന്നായിട്ട് ഇത് മനസ്സിലാക്കാനും വീണ്ടും വീണ്ടും കേൾക്കാനും ഇത് ഉള്ളിൽ പതിയാനും പതുക്കെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആക്കി കൊണ്ടുവരാനും ഈ സംസാര സാഗരത്തിൽ നിന്ന് വിടുതല കിട്ടുവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം. സായിറാം 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 കുഞ്ഞേ.